ഒരു ഗ്രഹസ്ഥിതി, ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതി കിട്ടും. അതുവരേക്കും കണക്കാണ്. അതിനുശേഷമുള്ള ഫലങ്ങൾ ഈ ജ്യോതിഷത്തിന്റെ ഋഷിമാരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതേ പറയാൻ വഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയില്ല അതൊരു സയൻസിന്റെ കണ്ണുകൊണ്ട് ഇത് എങ്ങനെ പറയുന്നു എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് മറുപടി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇത് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥം. ഇപ്പം അതിലിപ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നറിയില്ല. ഓരോ ഭാവങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 12 ഭാവങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇപ്പൊ ഒരു സ്വർണം ഒരാളൊരു പ്രശ്നം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന എന്തെന്നുള്ള പ്രശ്നം വന്നാൽ അതിൽ നിൽക്കുന്ന ഗ്രഹത്തെ സംബന്ധിച്ച് പറയണമെന്നാ. ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അത്രേ ഉള്ളു കഥ. അല്ല അതിനെ ഒരു സയൻസിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോയാൽ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ജ്യോതിഷം നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ? സംസ്കൃതങ്ങളിലൊക്കെ ഉണ്ട്, PG ഉണ്ട്, PhD എടുക്കുന്നവരുണ്ട്. പഠിക്കാൻ പറ്റും അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട്. പക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നി പാരമ്പര്യമായി വരുന്ന ആളുകളുണ്ട്, അവർക്ക് കുറച്ചുകൂടി ഈ അക്കാഡമിക്കൽ എന്നുള്ളതിനേക്കാൾ ഇതിനകത്ത് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് നോളജ് ഉണ്ട്. ശരിക്കും ഇപ്പം ജ്യോതിഷം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് ഒത്തിരിയും ഫാമിലി ലൈഫിലെ സ്റ്റോറികൾ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പൊ ലുറ്റ്വിൻ കേട്ടാലും കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളതിലൊരു യൂസ്ഡ് ആവും. കാരണം പല ജീവിതങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഏകീകൃതമായിരിക്കും മിക്കവാറും ഉള്ളത്. അത് 2 രീതി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ലുറ്റ്വിൻ എൻ്റെ അടുത്ത് പ്രശ്നമായിട്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടുതൽ പേടിപ്പിക്കാം. ലുറ്റിനോട് പറയണതാ, നിങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ പോവാണ്, നിങ്ങൾ മരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ വരാൻ പോവാണ്, കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതെല്ലാം പരിഹരിച്ച് തരാം എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വസിക്കുന്ന ആള് കൊണ്ടുവരും, എത്ര രൂപ ചോദിച്ചാലും. എന്നാൽ നമുക്കിതല്ലാതെ അവരെ കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഭാരതത്തിന്റെ ഒരു സൈക്കോളജി ആയിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒത്തിരി സൈക്കോളജിക്കലി ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. എന്നുവെച്ചാൽ സൈക്കോളജി അല്ല, പക്ഷെ ഭാരതത്തിൽ ഒരാൾക്ക് എങ്ങനെയാണോ കൂടുതൽ ഒരു മനപ്രയാസമൊക്കെ മാറാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പൊ ഒരു ജ്യോതിഷൻ നല്ലൊരു കൗൺസിലും കൂടെ ആവണം, അല്ലെങ്കിൽ കൗൺസിലിംഗിൽ സംസാരിക്കുകയാണെങ്കിൽ. നമ്മൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ജ്യോതിഷന്മാരെല്ലാം ആ ബോർഡും വെച്ചിരിക്കും. അത് പറ്റില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ കൃത്യമായി എൻ്റെ അടുത്ത് മാനസികമായ സമ്മർദ്ദം കൊണ്ട് വരുന്ന ആളുകളെ കൃത്യമായി സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു വിടുന്ന ഒരു ആസ്ട്രോളജറാണ്. ഒരു കൗൺസിലിംഗ് ഈ പൊരുത്തം നോക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ജ്യോതിഷത്തിൽ. ഈ പൊരുത്തം 10 എണ്ണം ഉത്തമമായാൽ ഒരു ദാമ്പത്യ ജീവിതവും ഇവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകത്തേയില്ല. അതൊരു വിശ്വാസമാണ്, ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ പൊരുത്തം നോക്കിയിട്ട് കൃത്യമായി പറയും, നിങ്ങൾ പോയി അവരെ പറ്റി അന്വേഷിച്ചോണം, കൃത്യമായി അന്വേഷിച്ചോണം. നല്ലവരാണോ മോശമാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ. ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഒരു കാരണവശാലും ഈ വിവാഹത്തിലേക്ക് പോകരുത് എന്ന് കൃത്യമായി പറയും. ഈ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിട്ട് എടുത്താൽ മതി. അല്ലാതെ ഈ പൊരുത്തം നോക്കിയാൽ ഇതെല്ലാം. പക്ഷെ ജോലിച്ചൻ അവിടെ ഏറ്റവും വലിയ കർമ്മം ചെയ്യാനുള്ളത് എന്താണെന്നറിയോ? സംസാരിക്കാൻ. ഇവരോട് 2 പേരോടും പറയാം, നിങ്ങൾ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, പരസ്പരം മനസ്സിലാക്കലുകളാണ് ജീവിതം. ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൂടുതൽ ഈ മനസ്സിലാക്കലുകളില്ല.